യെശയ്യാവ് അധ്യായം 19. മിസ്രയീമിനെ കുറിച്ചുള്ള പ്രവാചകം. യഹോവ വേഗതയുള്ള ഒരു മേഘത്തെ വാഹനമാക്കി മിസ്രയീമിലേക്ക് വരുന്നു. അപ്പോൾ മിസ്രയീമിലെ മിഥ്യാമൂർത്തികൾ അവന്റെ സന്നിധിയിൽ നടുങ്ങുകയും മിസ്രയീമിന്റെ ഹൃദയം അതിന്റെ ഉള്ളിൽ ഉരുകുകയും ചെയ്യും. ഞാൻ മിസ്രയീമരോട് കലഹിപ്പിക്കും. അവർ ഓരോരുത്തൻ താന്താന്റെ സഹോദരനോടും ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോടും പട്ടണം പട്ടണത്തോടും രാജ്യത്തോടും യുദ്ധം ചെയ്യും. മിസ്രയീമിന്റെ ചൈതന്യം അതിന്റെ ഉള്ളിൽ ഒഴിഞ്ഞു പോകും. ഞാൻ അതിന്റെ ആലോചനയെ നശിപ്പിക്കും. അപ്പോൾ അവർ മിഥ്യാമൂർത്തികളോടും മന്ത്രവാദികളോടും വെളിച്ചപ്പാടന്മാരോടും ലക്ഷണം പറയുന്നവരോടും അരുളപ്പാട് ചോദിക്കും. ഞാൻ മിസ്രയീമിനെ ഒരു ക്രൂര യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഉഗ്രനായ ഒരു രാജാവ് അവരെ ഭരിക്കും എന്ന് സൈന്യങ്ങളെ യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. സമുദ്രത്തിൽ വെള്ളം ഇല്ലാതെയാകും. നദി വറ്റി ഉണങ്ങിപ്പോകും. നദികൾക്ക് നാറ്റം പിടിക്കും. മിസ്രയീമിലെ തോടുകൾ വറ്റി ഉണങ്ങും. ഞാങ്ങണയും വേഴവും വാടിപ്പോകും. നദിക്കരികയും നദീതീരത്തും ഉള്ള പുൽപ്പുറങ്ങളും നദീതീരത്ത് വിതച്ചതൊക്കെയും ഉണങ്ങി പറന്ന് ഇല്ലാതെ പോകും. മീൻ പിടിക്കുന്നവർ വിലപിക്കും. നദിയിൽ ചൂണ്ടൽ ഇടുന്നവരൊക്കെയും ദുഃഖിക്കും. വെള്ളത്തിൽ വല വീശുന്നവർ വിഷാദിക്കും. ചീകി വെടിപ്പാക്കിയ ചണം കൊണ്ട് വേല ചെയ്യുന്നവരും വെള്ളത്തുണി നെയ്യുന്നവരും ലജ്ജിച്ചു പോകും. രാജ്യത്തിന്റെ തൂണുകളായിരിക്കുന്നവർ തകർന്നു പോകും. കൂലിവേലക്കാർ മനോവസനത്തോടെ ഇരിക്കും. സോവനിലെ പ്രഭുക്കന്മാർ കേവലം ഭോഷന്മാരത്രേ. ഫറവോന്റെ ജ്ഞാനമേറിയ മന്ത്രിമാരുടെ ആലോചന ഭോഷത്വമായി തീർന്നിരിക്കുന്നു. ഞാൻ ജ്ഞാനികളുടെ മകൻ, പുരാതന രാജാക്കന്മാരുടെ മകൻ എന്നീ പ്രകാരം നിങ്ങൾ ഫറവോനോട് പറയുന്നത് എങ്ങനെ? നിന്റെ ജ്ഞാനികൾ എവിടെ? അവർ ഇപ്പോൾ നിനക്ക് പറഞ്ഞു തരട്ടെ. സൈന്യങ്ങളുടെ യഹോവ മിസ്രയീമിനെ കുറിച്ച് നിർണയിച്ചത് അവർ എന്തെന്ന് ഗ്രഹിക്കട്ടെ. സോവനിലെ പ്രഭുക്കന്മാർ ഭോഷന്മാരായി തീർന്നിരിക്കുന്നു. നോബിലെ പ്രഭുക്കന്മാർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. മിസ്രയീമിലെ ഗോത്രങ്ങളുടെ മൂലക്കല്ലായിരുന്നവർ അതിനെ തെറ്റിച്ച് കളഞ്ഞു. യഹോവ അതിന്റെ നടുവിൽ മനോവിഭ്രമം പകർന്നു. ലഹരി പിടിച്ചവൻ തന്റെ ഛർദിയിൽ ചാഞ്ചാടി നടക്കുന്നത് പോലെ അവർ മിസ്രയീമിനെ അതിന്റെ സകല പ്രവൃത്തിയിലും തെറ്റി നടക്കുമാറാക്കിയിരിക്കുന്നു. തലയോ വാലോ പനമ്പട്ടയോ പൊട്ടപ്പുല്ലോ നിർവഹിക്കേണ്ടുന്ന ഒരു പ്രവൃത്തിയും മിസ്രയീമിനുണ്ടായിരിക്കുകയില്ല. അന്നാളിൽ മിസ്രയീമർ സ്ത്രീകൾക്ക് തുല്യരായിരിക്കും. സൈന്യങ്ങളെ യഹോവ അവരുടെ നേരെ കൈ ഓങ്ങുന്നത് നിമിത്തം അവർ പേടിച്ച് വിറയ്ക്കും. യഹൂദാദേശം മിസ്രയീമിന് ഭയങ്കരമായിരിക്കും. അതിന്റെ പേർ പറഞ്ഞു കേൾക്കുന്നവരൊക്കെയും സൈന്യങ്ങളെ യഹോവ അതിന് വിരോധമായി നിർണയിച്ച നിർണയ നിമിത്തം ഭയപ്പെടും. അന്നാളിൽ മിസ്രയീം ദേശത്തുള്ള 5 പട്ടണങ്ങൾ കനാൻ ഭാഷ സംസാരിച്ച് സൈന്യങ്ങളുടെ യഹോവയോട് സത്യം ചെയ്യും. ഒന്നിന് സൂര്യനഗരം ഈർ ഹരേസ് എന്ന് പേർ വിളിക്കപ്പെടും. അന്നാളിൽ മിസ്രയീം ദേശത്തിന്റെ നടുവിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠവും അതിന്റെ അതിർത്തിയിൽ യഹോവയ്ക്ക് ഒരു തൂണും ഉണ്ടായിരിക്കും. അത് മിസ്രയീം ദേശത്ത് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് ഒരു അടയാളവും ഒരു സാക്ഷ്യവും ആയിരിക്കും. പീഡകന്മാർ നിമിത്തം അവർ യഹോവയോട് നിലവിളിക്കും. അവൻ അവർക്ക് ഒരു രക്ഷകനെ അയക്കും. അവൻ പൊരുത് അവരെ വിടുവിക്കും. അങ്ങനെ യഹോവ മിസ്രയീമിന് തന്നെ വെളിപ്പെടുത്തുകയും മിസ്രയീമർ അന്ന് യഹോവയെ അറിഞ്ഞ് യാഗവും വഴിപാടും കഴിക്കുകയും യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്ന് അതിനെ നിവർത്തിക്കുകയും ചെയ്യും. യഹോവ മിസ്രയീമിനെ അടിക്കും. അടിച്ചിട്ട് അവൻ വീണ്ടും അവരെ സൗഖ്യമാക്കും. അവർ യഹോവയിലേക്ക് തിരികുകയും അവൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ സൗഖ്യമാക്കുകയും ചെയ്യും. അന്നാളിൽ മിസ്രയീമിൽ നിന്ന് അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. അശൂര്യർ മിസ്രയീമിലേക്കും മിസ്രയീമർ അശൂരിലേക്കും ചെല്ലും. മിസ്രയീമർ അശൂര്യരോട് കൂടെ ആരാധന കഴിക്കും. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി മിസ്രയീമിനോടും അശൂരിനോട് കൂടെ മൂന്നാമതായിരിക്കും. സൈന്യങ്ങൾ യഹോവ അവരെ അനുഗ്രഹിച്ച് എൻ്റെ ജനമായി മിസ്രയീമും എൻ്റെ കൈകളുടെ പ്രവൃത്തിയായ അശൂരും എൻ്റെ അവകാശമായി ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് അരുളി ചെയ്യും.